തിരുവനന്തപുരത്ത് തമ്പാനൂരിൽ യുവാവും യുവതിയും ഒരു ലോഡ്ജിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നു. യുവതിയെ കൊലപ്പെടുത്തി യുവാവ് ജീവനൊടുക്കി എന്നാണ് സംശയം. പോലീസ് സ്ഥലത്ത് പരിശോധന നടത്തുന്നുണ്ട്. റോഷി പാൽ സംഭവ സ്ഥലത്ത് നിന്നും തത്സമയം നമുക്കൊപ്പം ചേരും. റോഷി, ഗുഡ് മോർണിംഗ് റോഷി. വല്ലാത്തൊരു വാർത്തയാണ് രാവിലെ വീണ്ടും നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടത്. കൊലപാതകമാണെന്നാണോ പോലീസിന്റെ പ്രാഥമിക നിഗമനം? എവിടെയാണ് സംഭവം? എപ്പോഴാണ് സംഭവം? എന്തെങ്കിലും സൂചനകളുണ്ടോ ഇവരെക്കുറിച്ച്? ഡോക്ടർ അരുൺകുമാർ, തിരുവനന്തപുരം തമ്പാനൂർ ബസ് സ്റ്റാൻഡിന് തൊട്ടടുത്ത് തന്നെ ബസ് സ്റ്റാൻഡിൻ്റെ കോമ്പൗണ്ടിൽ എന്ന് പറയാം കൊടിയിൽ ടൂറിസ്റ്റ് ഹോം. ആ ടൂറിസ്റ്റ് ഹോമിലാണ് ഈ യുവാവിനെയും ഒപ്പം യുവതിയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇന്ന് രാവിലെയാണ് സംഭവം ടൂറിസ്റ്റ് ഹോമിലെ ജീവനക്കാരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഇവിടെ 2 ദിവസം മുമ്പാണ് പേയാട് സ്വദേശിയായ കുമാരൻ എന്ന യുവാവ് ഇവിടെ മുറിയെടുത്തു. ഇന്ന് രാവിലെ മുറി തുറക്കാത്തത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ജീവനക്കാർ പോലീസിനെ അറിയിക്കുകയായിരുന്നു. കുമാരനൊപ്പം മരിച്ച നിലയിൽ പിന്നീട് പോലീസെത്തി മുറി തുറന്നപ്പോഴാണ് അവിടെ മരിച്ച നിലയിൽ 2 പേരെ കണ്ടെത്തുന്നത്. ഒന്ന് കുമാരനും രണ്ടാമത് ഉള്ള ആൾ ആശയുമാണ്. 2 പേരും പേയാട് സ്വദേശികളാണ്. അതിൽ ആശ എന്ന ആ യുവതിയെ കൊലപ്പെടുത്തിയതിനു ശേഷം ജീവനൊടുക്കിയെന്ന സംശയമാണ് പോലീസിനുള്ളത്. പ്രാഥമികമായ പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത്. പോലീസ് പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്ക് ഇവിടെ എത്തിച്ചേർന്നു. തമ്പാനൂർ പോലീസാണ് ഇപ്പോൾ ഒന്നുകൊണ്ട് വിശദമായി. അതിനൊപ്പം തന്നെ മുറിയിൽ ശാസ്ത്രീയ പരിശോധന നടത്തും. അതിനുശേഷമാണ് ഇൻക്വസ്റ്റിന് ശേഷം മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റുക. ഏതായാലും ഇപ്പോൾ പ്രാഥമികമായ പരിശോധനയാണ്. ഈ മരിച്ച കുമാരൻ എന്ന യുവാവ് സ്വകാര്യ ടെലിവിഷൻ ചാനലിലെ സാങ്കേതിക സഹായിയാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. ഏതായാലും അത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകാനുണ്ട്. ഇപ്പോൾ പോലീസ് ഹോട്ടലിലെ രജിസ്റ്റർ ഉൾപ്പെടെ പരിശോധിച്ച് അന്വേഷണവുമായി മുന്നോട്ട് പോവുകയാണ്. ശാസ്ത്രീയ പരിശോധനയും മാത്രമാണോ? അരുൺകുമാർ, ഇരുവരും തമ്മിൽ സൗഹൃദമുണ്ടായിരുന്നു എന്ന വിവരങ്ങൾ മാത്രമാണ് നമുക്ക് ലഭിക്കുന്നത്. ബന്ധുക്കളല്ല, ഇരുവരും തമ്മിൽ നേരത്തെ തന്നെ സൗഹൃദമുണ്ട് എന്ന വിവരങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസം 2 ദിവസം മുമ്പ് കുമാരൻ ഇവിടെ മുറിയെടുത്തു. ഇന്നലെയോടെയാണ് യുവതി ഈ മുറിയിലേക്ക് എത്തിയത് എന്ന വിവരങ്ങളുമുണ്ട്. ഏതായാലും ഇന്ന് രാവിലെ പതിവ് പോലെ പുറത്തിറങ്ങുന്ന കുമാരൻ മുറി വിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. അങ്ങനെ ഒരു സംശയം ഈ ഹോട്ടലിലെ ജീവനക്കാർക്ക് തോന്നി. അതിനെ തുടർന്നാണ് അവർ പോലീസിനെ വിവരം അറിയിച്ചത്. തുടർന്ന് പോലീസ് എത്തുകയും മുറി തുറന്ന് പരിശോധിച്ചപ്പോഴാണ് ഈ കുമാരനും ഒപ്പം തന്നെ യുവതി നിലത്ത് കിടന്ന നിലയിലാണ്. മുറിയിലാകെ രക്തം തളം കെട്ടി നിൽക്കുന്നുണ്ട്. ഒപ്പം അങ്ങനെ ഒരു കുമാരൻ തൂങ്ങി മരിച്ച നിലയിലും കുമാരൻ തൂങ്ങി മരിച്ച ഇതിൽ ഏതാണ്ട് 40 വയസ്സോളം പ്രായമുണ്ട് ഇരുവർക്കും എന്നാണ് നമുക്ക് പ്രാഥമികമായി ഇവിടെ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. പോലീസ് ഇപ്പോൾ രജിസ്റ്റർ ഉൾപ്പെടെ അവിടെയുള്ള വിശദാംശങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും അത് സംബന്ധിച്ച് അല്പസമയത്തിനകം തന്നെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമാക്കാൻ കഴിയും. ഏതായാലും അവരുടെ ആധാർ കാർഡ് ഉൾപ്പെടെയുള്ള രേഖകൾ മൃതദേഹത്തിന് സമീപത്തു നിന്നും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് തന്നെ ആളെ തിരിച്ചറിയാൻ കഴിഞ്ഞതും. ഇപ്പോൾ അവർ എപ്പോഴാണ് ഇവിടെ മുറിയെടുത്തത്, അവരെപ്പോൾ രണ്ടാമത്തെ ആൾ യുവതി എപ്പോൾ ആശ എന്ന പേയാട് സ്വദേശിയ യുവതി എപ്പോഴാണ് മുറിയിലേക്ക് എത്തിയതെന്ന് അടക്കമുള്ള വിശദാംശങ്ങളാണ് രജിസ്റ്ററിലൂടെ പരിശോധിച്ച് കണ്ടെത്താനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നത്. ഏതായാലും ഇതിൽ കുമാരന്റെയും ആശയുടെയും ഒന്നും കുടുംബവുമായിട്ട് നമുക്ക് ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. പോലീസ് അവരുമായിട്ട് ബന്ധപ്പെട്ടോ? ഈ കുമാരന്റെ കുടുംബവുമായും ആശയുടെ കുടുംബവുമായും അവരുമായി ആശയവിനിമയം നടത്തുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പോലീസ് ഏതായാലും എത്തിയ ഉടൻ തന്നെ വിശദാംശങ്ങൾ ലഭിച്ചു. അതിന് പിന്നാലെ തന്നെ അവരുമായി ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ട് എന്ന വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. ഏതായാലും പരിശോധന ഒരു ഭാഗത്ത് തുടരുന്നു. ഒന്ന് ഇതിൽ ഏറ്റവും പ്രധാനമാവുക ശാസ്ത്രീയ പരിശോധനയാണ്. കാരണം ശാസ്ത്രീയ പരിശോധന നടത്തിയതിനു ശേഷം മാത്രമേ ഇൻക്വസ്റ്റ് നടപടികളിലേക്ക് പോലീസ് പോവുകയുള്ളൂ. അതിനുശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി ആശുപത്രിയിലേക്ക് മാറ്റും. ശാസ്ത്രീയ പരിശോധനയ്ക്കായി പോലീസിൻ്റെ പ്രത്യേക സംഘം എത്തുന്നതുവരെ അവർ കാത്തിരിക്കുകയാണ്. കാരണം ഇതിൽ കൊലപാതകം നടന്നിട്ടുണ്ടോ എന്ന ഒരു സംശയമുള്ളതുകൊണ്ടാണ് അങ്ങനെ ഒരു കാത്തിരിപ്പ്. ആത്മഹത്യ എന്ന നിഗമനത്തിലേക്ക് പൂർണ്ണമായി എത്തിയിട്ടില്ല. അതുകൊണ്ടാണ് ഒരാൾ ആശ എന്ന യുവതിയെ കുമാരൻ കൊലപ്പെടുത്തിയതിനു ശേഷം ആത്മഹത്യ ചെയ്തതെന്നുള്ള ഒരു പ്രാഥമികമായ ഒരു സംശയമാണ്. അതുകൊണ്ടാണ് ഈ ശാസ്ത്രീയ പരിശോധനയ്ക്കായി കാത്തിരിക്കുന്നത്.
അല്പസമയത്തിനകം തന്നെ പോലീസിൻ്റെ സയൻറ്റിഫിക് വിഭാഗം എത്തിച്ചേരും. അവർ പരിശോധന നടത്തും. അതിനുശേഷം മറ്റു നടപടികളിലേക്ക് പോകും. അല്പസമയത്തിനകം തന്നെ ബന്ധുക്കൾ എത്തിച്ചേരുമെന്നാണ് പോലീസിൽ നിന്ന് നമുക്ക് നിർഭാഗ്യകരമായ ഒരു വാർത്തയാണ് തമ്പാനൂരിൽ നിന്ന് വരുന്നത്. മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഈ 40 വയസ്സുണ്ട് ഒരാൾക്ക്. കൂടെ ഉണ്ടായിരുന്നത് ആശ എന്ന ഒരു സ്ത്രീ. കുമാരനും ആശയുമാണ്. പേയാട് സ്വദേശികളാണ് ഇരുവരും. സൗഹൃദമായിരുന്നു എന്ന് കേൾക്കുന്നു. കൂടുതൽ വിശദാംശങ്ങൾ അറിവായിട്ടില്ല. എന്തായാലും ബന്ധുക്കൾ അല്പസമയത്തിനുള്ളിൽ എത്തും. ഈ ആശയെ കുത്തിക്കൊലപ്പെടുത്തിയ ശേഷം ആത്മഹത്യ ചെയ്യുകയായിരുന്നു കുമാരൻ എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന പ്രാഥമികമായ വിവരം.